കാവ്യേ കാവ്യേ ദേ നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ദാ ഗുളികയും കൊണ്ട് വന്നതാ. കാവ്യേ 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 എന്റെ പ്ലാൻ സക്സസ് ആ. അയ്യോ എന്തുപറ്റി അമ്മ? കവി എനിക്ക് അറിഞ്ഞൂടാ മോനെ. എന്താ പറ്റി? ഒക്കെ തലവേദന എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഗുളികയും കൊണ്ട് വന്നപ്പോഴേ അപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. കവി എന്തു പറ്റി? ഈ റൂമിൽ എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ. അല്ല എ സി എന്തോ പ്രശ്നമുണ്ട്. അമ്മ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടെ. കവി കണ്ണു തുറന്നേ നോക്കി. മോനെ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേടാ. ആ എ സി ഗ്യാസ് ലീക്കായതാ. ഭാഗ്യം അമ്മ കൃത്യസമയത്ത് വന്നുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഇതൊക്കെ കൃത്യസമയത്ത് സർവീസ് ചെയ്യേണ്ടേടാ. ഇതൊക്കെ നിന്റെ അശ്രദ്ധയാ. മോക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പതുക്കെ എണീറ്റേ. പതുക്കെ ഇരുന്നേ. എൻ്റെ അമ്മ എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് ഗൗതമിനില്ലാത്ത സങ്കടം എന്താ അമ്മയ്ക്ക്? ഞങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പൊ പ്രഗ്നന്റ് ആവാനോ കാത്തിരിക്കാനൊക്കെ ഞങ്ങൾ തയ്യാറാ. അതൊക്കെ നോക്കിയിട്ട് പോരെ ഇവിടുത്തെ മരുന്ന് മന്ത്രമൊക്കെ. നീ എന്ത് ഭാവിച്ചാ കാവ്യേ? എല്ലാരെയും തീറ്റിട്ടിക്കണമെന്ന് ശബ്ദം എടുത്തേക്കാണ്. ജോലി ജോലി എന്ന് പറഞ്ഞ് ഇത്ര വയസ്സുവരെ നീ കല്യാണം നീട്ടി കൊണ്ടുപോയി. എനിക്ക് 33 വയസ്സുള്ളപ്പോ നിന്റെ പ്രായം 12 ആയിരുന്നു. ഇനി നിനക്ക് കൊച്ചുങ്ങളുണ്ടാവും എന്താ ഉറപ്പ്? അമ്മ 33 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവില്ലെന്ന് ആരാണ് ഈ പറഞ്ഞത്? ചുമ്മാ ഒരു അന്ധവിശ്വാസം കൊണ്ട് നടക്കല്ലേ. അമ്മ പോയെ വച്ചിട്ട്. ആടി ഞാൻ പറഞ്ഞതാ കുറ്റം. ഈ ലോകത്തുള്ളവർക്ക് എല്ലാം അറിയാം 30 വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാൻ പാടാണെന്ന്. എന്നാ പിടിച്ചോ. ഞാൻ പറഞ്ഞതുപോലെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പാലിലോ കറിയിലോ കലക്കി അങ്ങോട്ട് കൊടുത്തോ. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുമല്ലോ അല്ലേടി ബാനു? സുമതി ചേച്ചി അതെന്തൊരു വർത്താനം. ഈ ഭാനുമതി വെറുതെ ഒരു കാര്യം ഏറ്റുപിടിക്കില്ല. ഇതേ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. എത്ര പേർക്ക് കൊടുത്തിട്ടുള്ളതാ. എല്ലാവർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് കൊടുത്തോ. അപ്പൊ നീ കുടുംബങ്ങൾക്ക് ബാനു തന്നെ. അതെന്താ സുമതി ചേച്ചി അങ്ങനെ ഒരു വർത്താനം? നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ തന്നത് നല്ലതിനല്ലേ? ആ പ്രായവും മൂത്ത് പെറാതെ നിൽക്കുന്ന നിങ്ങളുടെ മരുമോളിൽ നിന്ന് മോനെ രക്ഷിക്കാനല്ലേ? ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും. അപ്പം നമ്മൾ ചെയ്യുന്നതേ നല്ല കാര്യം തന്നെ. അപ്പം പിന്നെ ധൈര്യമായിട്ട് കൊടുത്തോ. 2 ദിവസത്തിനുള്ളിൽ അവർ തമ്മിൽ പ്രശ്നം തുടങ്ങിക്കോളും. ചേച്ചിയുടെ മോൻ തന്നെ അവളെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞോളും. അങ്ങനെ നടന്നാ മതിയായിരുന്നു എൻ്റെ ഭഗവതി. എൻ്റെ മോൻ്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 മാസം ആവുന്നതല്ലേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവക്കിപ്പോൾ 33 വയസ്സ് കഴിഞ്ഞു. ഇനി അവൾ പെറുവോ? ഇല്ല. മോന് 35 വയസ്സ് ആവണേ ഉള്ളൂ. അവൻ ഇനിയും ചെറിയ പെൺപിള്ളേരെ കിട്ടും. പക്ഷെ അതിനിടയ്ക്ക് ഇവളെങ്ങനെയായിരുന്നു? മുന്നും പിന്നും കാണിച്ച് അവനെ അങ്ങ് വായിക്കും. ആ സുന്ദരി കോതെ അവളെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചേച്ചി പേടിക്കണ്ടെന്നേ. പേര് കേട്ട ജോത്സ്യനാണ്. പറഞ്ഞ അച്ചട്ട. ധൈര്യമായിട്ട് കൊടുത്തോ. 2 ദിവസത്തിനുള്ളിൽ അകന്നോളൂ. അവൾ എണീറ്റെന്ന് എനിക്ക് തോന്നണേ. നീ പൊയ്ക്കോ. നീ എന്താ കഴിക്കെടുക്കാൻ വന്നാണോ? ആമേ അമ്മ എന്താ ഈ സമയത്ത്? സാറിന് ഈ സമയത്ത് അടുക്കളയിലോട്ട് വരാത്താണല്ലോ. ചോറെടുക്കാൻ വന്നാണ്. എന്നാ ഞാൻ കൊണ്ടുവരാം. അമ്മ പോയിരിക്കും. അല്ല, ഈ ജ്യൂസ് മോന് കൊണ്ട് കൊടുത്തിട്ടോ. ജ്യൂസോ? അതോ? അത് മോക്കാം. നീ ഇത് അവനെ കൊണ്ട് കൊടുത്തിട്ടോ. നിനക്ക് ഇവിടെ വന്നിട്ട് കുടിക്കാമല്ലോ. കേട്ടോ? അങ്ങനെ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനേ ഞാൻ സമ്മതിക്കില്ലടി. പെറാൻ വൈകി നീ ഒന്ന് പെറണ്ട. കാണിച്ചു തരാടി. നീങ്ങും വാ. പൊയ്ക്കോടി. ഇത് നിന്റെ അവസാന യാത്രയായിരിക്കോടി. കാവ്യ വണ്ടി ഞാൻ എടുക്കാമേ. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലല്ലേ. ഇന്നാണെങ്കിൽ ഫീൽഡ് വിസിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ വണ്ടി വേണ്ടി വരും.
എന്നാ പിന്നെ എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. അയ്യോ എന്റെ മോനാ. മോനെ എന്തേ വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കണം തോന്നുന്നു. ആ കേബിൾ ഇതോ പൊട്ടി കിടക്കുന്നു. അമ്മേ അമ്മേ, ഇതെടാ കാവ്യക്ക് എന്തോ ഒരു തലകറക്കം. അവളാകെ കുഴഞ്ഞു പോയി. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അമ്മ കഥ അടച്ച് കിടന്നു. ഞാൻ വിളിച്ചോളാം. എന്താ സുമതി ചേച്ചി ഈ നേരത്ത്? എടി അവക്ക് എന്തോ വയ്യാത്ത പോലെ. അവ ഇപ്പൊ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എന്തെങ്കിലും സംഭവിക്കോടി? ചേച്ചി എങ്ങനെയാ കൊടുത്തേ അവക്ക്? ഞാൻ ജ്യൂസ് കലക്കി കൊടുത്ത്. അവള് തട്ടിപ്പോവോ? ഛർദിച്ചോ അവള്? അതിന് ഞാൻ അവളെ കണ്ടില്ല. അവളെ കാറിനകത്താണെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് അവനാ വന്ന് പറഞ്ഞത് ഇങ്ങനെ. എടി എനിക്ക് പേടിയാവണ്ടേ? ഓ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചേച്ചി. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കാം ചേച്ചി. ശരി. ശരി. മോനെ എന്താ പറ്റിയേ? അമ്മേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അമ്മ ഒരു മുത്തശ്ശിയാകും. ആണോ? നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്കും. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണം. മെയിൻ ഡോക്ടർ അപ്പോഴേ വരും. എന്തായാലും സന്തോഷായി. എടി ബാനു, അവക്ക് വിശേഷം ഉണ്ടെന്ന്. 30 കഴിഞ്ഞാൽ പ്രസവിക്കലൊക്കെ കണക്കാ. എങ്ങാനും വയറ്റിലുണ്ടായാലോ ആ സന്തതിക്ക് എന്തേലും കുഴപ്പം ഉറപ്പാ. വൈകല്യമോ മന്ദബുദ്ധിയോ അങ്ങനെ വല്ലത്. ആരോഗ്യവും കണക്കാ. നിന്റെ അഴിക്കോട്ടുള്ള വല്യച്ഛൻ്റെ മോളുടെ കുട്ടിയെ നീ കണ്ടതല്ലേ? അങ്ങനെ സംഭവിക്കാൻ നീ സമ്മതിക്കരുത്. ഹലോ ഹലോ അഞ്ചു പറയടി. കാവ്യേച്ചി എവിടെയാ? ഞാൻ പുറത്താ. എന്തെറ്റി? അല്ല, ചേച്ചിയുടെ അമ്മായിയമ്മയല്ലേ, പുള്ളിക്കാരി എങ്ങനെയാ? എന്താ നീ അങ്ങനെ വെച്ചേ? അല്ല, അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറെ വർഷമായെന്നല്ലേ പറഞ്ഞേ? അവർക്ക് അതിനുശേഷം എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അഞ്ചു അറിയോക്കെ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി? ഞാൻ ഇന്നവരെ കണ്ടിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പില്ലേ, അവിടെ വന്നിരുന്നു അവര്. പക്ഷെ എന്നെ മനസ്സിലായിട്ടില്ല. അവർ അബോഷനുള്ള ടാബ്ലറ്റ് മേടിച്ചോണ്ടാ പോയേ. കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വശപ്പിശൊക്കെ തോന്നുന്നുണ്ട്. ആ ശരി, ഞാൻ നിന്നെ വിളിക്കാം. നീ ഫോൺ വെച്ചോ. ആ ശരി. ആ മോളോ, ഡോക്ടർ എന്ത് പറഞ്ഞു? ശരീരം അധികം ഇളകരുതെന്നാ പറഞ്ഞത്. പിന്നെ നല്ല റെസ്റ്റ് വേണം, കുറച്ചധികം ശ്രദ്ധിക്കണം. അതിനെന്താ, ഞാനിവിടെ ഇല്ലേ? എനിക്കെന്താ പണി? ഞാൻ നോക്കിക്കോളാം അവളെ. അത് ശരി. ഇപ്പൊ ഇത്ര നാളെ തിരിയാൻ വയ്യ മറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പേരക്കുട്ടി വരുന്നു പറഞ്ഞപ്പോ എന്താ ഉഷാറ്? ആ എന്താ മോളെ? അമ്മ, ആ ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിപ്പുണ്ടേ, എനിക്ക് പാല് കുടിക്കാൻ തോന്നുന്നു. ഒന്ന് കാച്ചി തരുമോ? കൊണ്ടുവരാം മോളെ. ശരി, ഞാൻ മോളി കാണുവേ. രോഗി ഇച്ഛിച്ചത് വൈദ്യ കൽപ്പിച്ചത് പാല്. മോളെ, മോള് കിടന്നോ? അമ്മ കാച്ചിക്കൊണ്ട് തരാമേ. ഓ ശരി. നിന്റെ ഗർഭം ഇപ്പൊ ഞാൻ ശരിയാക്കി തരാടി. മോളിതുവരെ പോയില്ലേ? ഇല്ല. ഇതേ വിറ്റാമിൻ ഗുളിക ഇട്ടതാ. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യത്തിനും വളരെ നല്ലതാ. ഞാൻ അറിഞ്ഞു, ഇത് അടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ലേ. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട്? എന്താ കാവ്യ?
നോക്ക്, നിങ്ങളുടെ അമ്മയുടെ തനി നിറം. നമ്മുടെ കൊച്ചിനെ ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ അമ്മയുടെ സമ്മാനം, അബോർഷൻ ടാബ്ലറ്റ്. പിന്നെ ഞാൻ എന്ത് വേണോടാ? ചാവിൾ അവളെ വയറ്റിൽ വളരെ കൂട്ടിരിക്കണോ? 30-35 വയസ്സായില്ലടാ. ഇനി തങ്കം കൂടെ പോലത്തെ കുഞ്ഞ് ജനിക്കൊന്ന് കാത്തിരിക്കണോ ഞാൻ? അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എനിക്കല്ലടാ കേട്, നിന്റെ ഭാര്യയ്ക്കാ കേട്. ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞല്ലേ, പ്രായം കുറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിക്കണോന്ന്. കൊച്ചു മക്കൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹവും അവരെ താലോലിക്കണമെന്നുള്ള സ്വപ്നം എനിക്കും ഇല്ലടാ. അതിനിപ്പോ എന്താ? അമ്മയുടെ പേരക്കുട്ടിയല്ലേ അവളുടെ വയറ്റില്. എന്നിട്ട് എന്താടാ കാര്യം? നല്ലൊരു കുട്ടി പുറത്തു വരുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ നീ? ഇനി അങ്ങനെ പ്രസവിച്ചാ തന്നെ അതൊരു നല്ല കുട്ടിയായിരിക്കും എന്താടാ ഉറപ്പ്? വല്ല സൂക്കേട് പിടിച്ചതോ മന്ദബുദ്ധിയോ വല്ല ചാവിളേ ആയിരിക്കും. ഇതിനൊക്കെ കാലവും പ്രായവും ഉണ്ട്. ഒരു 10-25 വയസ്സിന് മുമ്പേ പ്രസവിച്ചില്ലെങ്കിലേ നല്ല കുട്ടിയെ കിട്ടില്ല. അതെങ്ങനെ 10-35 വയസ്സാവുന്നവരെ കല്യാണം കഴിക്കാതെ ഇരിക്കും. എന്നിട്ട് മറ്റുള്ളവന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനുണ്ടായിട്ട്. ഇതങ്ങോട്ട് കുടിച്ചേ, ആ കുഞ്ഞിനെ നമുക്കിനി വേണ്ട. അമ്മേ, കുറെ നേരമായി ഓരോന്ന് പറയുന്നു. അമ്മയാണ് നടന്നത് എന്നും ചെയ്യാന്നാണോ? എവിടെ നിങ്ങൾ കുറെ അന്ധവിശ്വാസങ്ങളെ പഠിച്ചുകൊണ്ടൊന്ന് പ്രാന്ത് കാണിക്കുന്നു. ഞങ്ങൾക്കും ഡോക്ടേഴ്സിനെ പോലും ഇല്ലാത്ത കൺസേൺ അല്ല നിങ്ങൾക്ക് ഇതിനെ പറ്റി. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എടാ, അതിന് വലിയ ഡോക്ടറൊന്നും ആവണമെന്നില്ല. നീ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നാണല്ലോ പ്രമാണം. ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഇങ്ങനെ ഒരു അസുഖം പിടിച്ചൊരു കുട്ടി അധികം പറ്റാ ഇവിടെ വളരെ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയെ, അമ്മ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഒരു പെണ്ണിന് പ്രസവിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ല. 30 അല്ല 40 കഴിഞ്ഞാലും ഒരു പെണ്ണിന് ഗർഭം ധരിക്കാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവുണ്ട്. ഒരു കുഞ്ഞിന്റെ ആരോഗ്യം തീരുമാനിക്കുന്നത് അമ്മയുടെ പ്രായമല്ല, സമയാസമയത്തുള്ള മെഡിക്കൽ ചെക്കപ്പ്, നല്ല ഭക്ഷണവും സ്ട്രെസ് ഒഴിവാക്കിയ തന്നെ പ്രഗ്നൻസി സേഫ് ആണ്. നിങ്ങളുടെ ഈ അന്ധവിശ്വാസം കാരണം നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയതേ ഞങ്ങളുടെ ജീവനാണ്. അമ്മയായിപ്പോയി. നീ ഒന്നും പഠിക്കില്ലടാ. നിന്നെ ഞാൻ എത്ര പൊന്നുപോലെ വളർത്തിയതാണ്. നീ അനുഭവിക്കും. പിന്നെ നീയും ഈ കുഞ്ഞിനെ പ്രസവിച്ചാലുണ്ടല്ലോ, നീയും അനുഭവിക്കൂടി. അന്ന് മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന്. ഇറങ്ങി പൊക്കോണം രണ്ടും. ഇനി ഈ വീട്ടിൽ പറ്റില്ല ഇങ്ങനെയൊന്നും. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ അധ്വാനിച്ചപ്പെടുന്ന വീടാണ്. പക്ഷെ എന്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും ഈ വീട് സേഫ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എടുക്കാളൊക്കെ എടുത്തോ. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാവശ്യ ഭയങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരു കുടുംബത്തിന്റെ സമാധാനം തകർക്കാൻ കാരണമാകുന്നു. ശാസ്ത്രീയമായ അറിവുകളേക്കാൾ ഉപരിയായി ഇത്തരം അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. മാതൃത്വം എന്നത് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെയും മനക്കരുത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതാണ്, അല്ലാതെ വെറും പ്രായത്തെയല്ല.